അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1477, സൂറത്തുൻ നഹൽ 118, 119 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وعلى الذين هادوا حرمنا ما قصصنا عليك من قبل وما ظلمناهم ولكن كانوا أنفسهم يظلمون ثم إن ربك للذين عملوا السوء بجهالة ثم تابوا من بعد ذلك وأصلحوا إن ربك من بعدها لغفور رحيم. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وعلى الذين هادوا യഹൂദികളുടെ മേലിൽ നാം ഹറാമാക്കി മാ ഖസസ്നാ അലൈക മിൻ ഖബൽ, തങ്ങൾക്ക് മുമ്പ് നാം വിവരിച്ചു തന്ന കാര്യങ്ങളെ. വമാ വലംനാഹും, അവരെ നാം ആക്രമിച്ചതല്ല, വലാക്കിൻ കാനു അൻഫുസഹും യദ്ലിമൂൻ, അവർ അവരെ തന്നെ ആക്രമിച്ചതായിരുന്നു. സുമ്മ ഇന്ന റബ്ബക, പിന്നീട് അങ്ങയുടെ നാഥൻ, ലില്ലദീന അമിലു സൂഅ ബിജഹാലത്തിൻ, വിവരക്കേട് കൊണ്ട് തിന്മകൾ പ്രവർത്തിച്ച ആളുകൾക്ക്, സുമ്മ താബു മിൻ ബഅദി ദാലിക, അതിനുശേഷം അവർ പശ്ചാത്തപിക്കുകയും വഅസ്ലഹു, പിന്നീട് ജീവിതം നന്നാക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. കാരണം ഇന്ന റബ്ബക്ക, നിശ്ചയം അങ്ങയുടെ നാഥൻ, മിൻ ബഅദിഹ, ആ വിവരക്കേടിന്റെ അടിസ്ഥാനത്തിൽ തെറ്റുകളൊക്കെ വന്നുപോയതിനു ശേഷം ഗഫൂറുൻ, അടിമകൾക്ക് വല്ലാതെ പൊറുക്കുന്നവനും, റഹീമുൻ, അവരോട് കാരുണ്യമുള്ളവനുമാണ് എന്ന് അല്ലാഹു തആല വിശദീകരിക്കുകയാണ്. കഴിഞ്ഞ സൂക്തങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് ഹലാലും ഹറാമും ഏതൊക്കെയാണ് എന്ന് വിവരിച്ചപ്പോൾ അതിനെ തുടർന്ന് യഹൂദികൾക്ക് പ്രത്യേകമായി അല്ലാഹു തആല ചില സംഗതികളെ ഹറാമാക്കിയിരുന്നു, മുസ്ലിമീങ്ങൾക്ക് ബാധകമല്ലാത്ത. അതിന്റെ കാരണം അവർ അവരുടെ ജീവിതത്തിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള ചില കുഴപ്പങ്ങൾ, അക്രമങ്ങൾ, ആ കയ്യിലിരിപ്പിന്റെ ദോഷം കൊണ്ട് സംഭവിച്ചതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കുകയാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ വിശദീകരിച്ചു പറഞ്ഞതാണിത്. അല്ലാഹു തആല മുസ്ലിമീങ്ങൾക്ക് ഹലാലും ഹറാമുമായ സംഗതികൾ ഏതാണെന്ന് വിവരിച്ചതിന് ശേഷം യഹൂദികൾക്ക് അല്ലാഹു തആല പ്രത്യേകമായി ചില നിർദ്ദേശങ്ങൾ കൊടുത്തു എന്ന കാര്യം സൂചിപ്പിക്കുകയാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സംഗതി ഹറാമാക്കുന്നത് ഒന്നുകിൽ ആ കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മനുഷ്യന്റെ ശരീരത്തിനോ അവന്റെ ആത്മീയമായ ഔന്നിത്യത്തിനോ അല്ലെങ്കിൽ അവന്റെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള പുരോഗതിക്കോ തടസ്സമുണ്ടാക്കുന്നതോ അവന് പ്രയാസമുണ്ടാക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളുടെ പേരിലായിരിക്കാം. അല്ലെങ്കിൽ ആരുടെ മേലിലാണോ ഒരു സംഗതി ഹറാമാക്കപ്പെടുന്നതെങ്കിൽ, വിലക്കപ്പെടുന്നതെങ്കിൽ, അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റിന്റെയും അക്രമത്തിന്റെയും പേരിലാവാം. അപ്പൊ നിങ്ങൾക്ക് നാം ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത വദ്ദമ ലഹമൽ ഖിൻസീർ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ കാര്യങ്ങൾ, അത് ആ സംഗതികളിലുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചുകൊണ്ടാണ്. ഈ സാധനങ്ങളൊന്നും ഭക്ഷ്യയോഗ്യമല്ല. അവകൾ ഭക്ഷിക്കുന്നതുകൊണ്ട് മനുഷ്യ ശരീരത്തിനും അവരുടെ ആരോഗ്യത്തിനുമൊക്കെ ധാരാളം കുഴപ്പങ്ങൾ വരാനുള്ള സാധ്യതകൾ അത് വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു ഹറാമാക്കിയതിന്റെ കാരണം, മുസ്ലിമീങ്ങളുടെ മേലിൽ ഈ സംഗതികൾ ഹറാമാക്കിയതിന്റെ കാരണം അതുകൊണ്ടൊക്കെ ചില കുഴപ്പങ്ങൾ വരാനുണ്ട് എന്നതാണ്. അതാണ് ബഹുമാനപ്പെട്ട ഇമാം തഫ്സീർ ജമലിൽ കാണാം, വഅലല്ലദീന ഹാദു ഹറംന, അല്ലാഹു തആല യഹൂദികളുടെ മേൽ ഹറാമാക്കി എന്ന ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ മഹാനവ പറയണോ, തഹരീമു ഷൈഇ, ഒരു വസ്തുവിനെ ഹറാമാക്കൽ ഇമ്മാലി ലററിൻ ഫീഹി, ഒന്നുകിൽ ആ സാധനത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ പടച്ചതമ്പുരാൻ ഒരു സംഗതി ചെയ്യരുത് എന്ന് പറഞ്ഞ് നമ്മളെ വിലക്കിയാൽ ആ വിലക്കുന്നതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ആ തത്വങ്ങളുണ്ടാകും. ആ തത്വം ഒരുപക്ഷെ നമുക്ക് മനസ്സിലാവാതിരിക്കാം.
നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും അത് നമുക്ക് നിർബന്ധമുള്ള സംഗതിയൊന്നുമല്ല. അല്ലാഹു തആല പറഞ്ഞു, നാം അനുസരിച്ചു. ഇவ்விധത്തിൽ കാര്യങ്ങളെ കാണുമ്പോഴാണ് നമ്മുടെ അടിമത്വം അത് ശരിയാവണ്ണം നിർണയിക്കപ്പെടുന്നതും അതേപോലെ പ്രകടമാകുന്നതും. അതിനു പകരം അതിന്റെ ലോജിക്കൊക്കെ മനസ്സിലായി, നമുക്ക് അതിലുള്ള യുക്തികളൊക്കെ തിരിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വീകരിച്ചു എന്നാണെങ്കിൽ അല്ലാഹു എന്ന യജമാനന്റെ അടിമത്വം പ്രഖ്യാപിക്കുന്ന അടിമകളായി മാറുക എന്നതിന്റെ ആ സമർപ്പണം, അതിന്റെ മഹത്വം കുറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതു കാര്യമായാലും ഇസ്ലാമിലൊരു നിയമം വന്നാൽ ആ വന്ന നിയമത്തെ കണ്ണും പൂട്ടി സ്വീകരിച്ചു. അത് ഞാൻ അനുസരിച്ചു. സമിഅനാ വഅതഅന, കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. അവിടെ ഒരു ഒബ്ജക്ഷനും എനിക്കില്ല, അതെന്തുകൊണ്ട് അങ്ങനെ എന്ന ചോദ്യം എനിക്കില്ല എന്ന് പറഞ്ഞ് സർവാത്മന സമ്മതിക്കാൻ തയ്യാറാകുന്ന ആ സമർപ്പണമാണ് വാസ്തവത്തിൽ ഒരു വിശ്വാസിയുടെ മഹത്വത്തിന്റെ പ്രധാനപ്പെട്ട മുഖമുദ്ര. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സംഗതി ഹറാമാക്കുന്നതിന്റെ പിന്നിൽ എന്തുണ്ടാകും? ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അതിന്റെ കാരണം, ആ കാരണം നമുക്ക് മനസ്സിലായില്ല എന്നതുകൊണ്ട് കാരണമല്ല എന്നർത്ഥമല്ല, നമുക്ക് മനസ്സിലാവണം എന്നിട്ട് നിർബന്ധവുമില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ജമലിൽ പറയുന്നത് പിന്നെ ഇമ്മാലി ബഗയിൽ മുഹറമി അലൈഹിം, ഒന്നുകിൽ അത് ഹറാമാക്കുന്നത് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല, ആരോഗ്യപരമായോ ശാസ്ത്രീയമായോ വിഷമുള്ള സംഗതി ആയതുകൊണ്ടല്ല, മറിച്ച് ആരുടെ മേലിലാണോ അത് വിലക്കപ്പെട്ടതെങ്കിൽ അവരുടെ കയ്യിലിരിപ്പിന്റെ ദോഷം കൊണ്ടായിരിക്കും, അവർ ചെയ്തു കൂട്ടിയ അക്രമങ്ങളുടെ പേരിലായിരിക്കും. അപ്പൊ ഹറാമാക്കാൻ രണ്ടു കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മതി. ഒന്നുകിൽ അത് ഉപയോഗിക്കുന്നത് ശാരീരികമായ അപജയത്തിലേക്കും അതുപോലെ തന്നെ മനുഷ്യന് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സമ്മാനിക്കാൻ കാരണമാകും എന്നതാകാം, അല്ലെങ്കിൽ അത് ആർക്കാണോ ഹറാമാക്കുന്നത് അവരുടെ കയ്യിലിരിപ്പിന്റെ ദോഷം കൊണ്ടാകാം. എന്നിട്ട് മഹാൻ പറയുന്നു, ഫഖൗലുഹു ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത, അല്ലാഹു നിങ്ങളുടെ മേൽ ശവത്തെയും അതേപോലെ തന്നെ രക്തത്തെയും അതുപോലെ പിന്നെ പന്നിമാംസത്തെയും അല്ലാഹു അല്ലാത്തവരുടെ നാമം പറഞ്ഞ് അറുക്കപ്പെട്ടതിനെയും മാത്രമാണ് ഹറാമാക്കിയത് എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. ആ ആയത്തിൽ പറഞ്ഞത് ഇശാറത്തുൻ ലിൽ ഖിസ്മിൽ അവ്വലി, അതിലുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചുകൊണ്ട് ഹറാമാക്കി എന്ന് പറഞ്ഞ ഒന്നാമത്തെ പാർട്ടിലേക്ക് സൂചനയാണ്. എന്നാൽ ഖൗലുഹു, അല്ലാഹു പറഞ്ഞത് ഇവിടെ വഅലല്ലദീന ഹാദു, യഹൂദികൾക്ക് നാം ഹറാമാക്കി, ഹറംന, യഹൂദികൾക്ക് നാം ഹറാമാക്കി, മാ ഖസസ്ന അലൈക്കും മിൻ ഖബൽ, തങ്ങളുടെ മേലിൽ നേരത്തെ നമ്മൾ വിശദീകരിച്ച ചില കാര്യങ്ങൾ ഹറാമാക്കി എന്ന് പറഞ്ഞത് അത് ഇശാറത്തുൽ ലിൽ ഖിസ്മി സാനി, രണ്ടാമത്തെ പാർട്ടിലേക്ക് സൂചനയാണ്. അഥവാ അവരുടെ കയ്യിലിരിപ്പിന്റെ ദോഷം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഹറാമാക്കിയത് എന്നർത്ഥം. അത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പിന്നെ ഹറംന മാ ഖസസ്ന അലൈക്കും മിൻ ഖബൽ, നേരത്തെ തങ്ങൾക്ക് വിവരിച്ചു തന്നതിനെ യഹൂദികൾക്ക് ഹറാമാക്കി എന്ന് പറഞ്ഞത് എവിടെയാ വിവരിച്ചു തന്നത്? നേരത്തെ 6-ാം അധ്യായം സൂറത്തുൽ അൻആം, സൂറത്തുൽ അൻആമിന്റെ 146-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. വഅലല്ലദീന ഹാദു ഹറംനാ കുല്ലദീ ദുഫുർ ومن البقر والغنم وحرمنا عليهم شحومهما إلا ما حملت ظهورهما أو الحوايا أو ما اختلط بعظم ذلك جزيناهم ببغيهم وإنا لصادقون. 6-ാം അധ്യായം സൂറത്തുൽ അൻആം 146-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയാൻ, വഅലല്ലദീന ഹാദു, യഹൂദികളുടെ മേലിൽ ഹറംന, നാം ഹറാമാക്കി, കുല്ലദീ ദുഫുരിൻ, എല്ലാ കുളമ്പുള്ള നഖമുള്ള എല്ലാ ജീവികളെയും ജൂതർക്ക് നാം നിഷിദ്ധമാക്കി. ഒമിനൽ ബക്കരി, മാട് പശു വർഗത്തിൽ നിന്നും, വൽ ഗനമി, ആട് വർഗത്തിൽ നിന്നും, ഹറംന അലൈഹിം, അവരുടെ മേലിൽ നാം ഹറാമാക്കി, ശുഹൂമഹുമാ, അതിന്റെ കൊഴുപ്പുകൾ, ആടിന്റെയും അതേപോലെ പശുവിന്റെയും കൊഴുപ്പുകൾ അവർക്ക് നാം ഹറാമാക്കി. ഇല്ലാമാ ഹമലത്തു ളുഹൂറുഹുമ, അവയുടെ മുതുകിലുള്ളതൊഴിച്ച്, അവിൽ ഹവായ, അല്ലെങ്കിൽ കുടലിലുള്ളതൊഴിച്ച്, ഔ മഖ്തലത ബി അൽമിൻ, അല്ലെങ്കിൽ എല്ലിൽ ഒട്ടി നിൽക്കുന്നതൊഴിച്ച്, എല്ലിനോട് ചേർന്ന് നിൽക്കുന്നതൊഴിച്ച് ബാക്കിയുള്ള കൊഴുപ്പൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമ്മൾ, നഖമുള്ള കുളമ്പുള്ള എല്ലാ ജീവികളും ഹറാമാണ് എന്ന് അല്ലാഹു തആല യഹൂദികളുടെ വിഷയത്തിൽ പറഞ്ഞു. അതോടൊപ്പം തന്നെ പശുവിന്റെയും ആടിന്റെയും
പിന്നെ കൊഴുപ്പ് അതും അവർക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. വാസ്തവത്തിൽ അങ്ങനെ അതൊന്നും പാടില്ല എന്നുള്ളൊരു നിയമം നമുക്കില്ല, അല്ല വേറൊരു സമൂഹങ്ങൾക്കും ഉണ്ടായിട്ടില്ല. യഹൂദികൾക്ക് മാത്രമായിട്ട് അല്ലാഹു തആല അങ്ങനെ ഒരു നിയമം കൊടുത്തു. അതെന്തുകൊണ്ടാ? ذَلِكَ جَزَيْنَاهُمْ بِبَغْيِهِمْ, അത് അവരുടെ അക്രമത്തിന് നാം നൽകിയ പ്രതിഫലമാണ്. വഇന്നാ ലസാദിഖൂൻ, തീർച്ചയായും നാം സത്യം പറയുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അതായത് ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു തആല ഇവിടെ സൂചിപ്പിക്കുന്നത് യഹൂദികൾ അവരുടേതായിട്ടുള്ള കുറേ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് മുമ്പ് പലപ്പോഴും നമ്മൾ പോയിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ കാരണത്താൽ അല്ലാഹു തആല അവർക്ക് പ്രത്യേകമായി എന്ത് ചെയ്തു? ഈ സംഗതികളൊക്കെ ഹറാമാക്കി. അപ്പൊ അതെന്തുകൊണ്ടാണ് ഹറാമാക്കിയത്? അവരുടെ അക്രമം കാരണത്താലാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, വഅലല്ലദീന ഹാദു, യഹൂദികളുടെ മേലിൽ ഹറംനാ, നാം ഹറാമാക്കി, മാ ഖസസ്നാ അലൈക മിൻ ഖബ്ലു, തങ്ങളുടെ മേലിൽ നേരത്തെ നമ്മൾ വിവരിച്ചു തന്നത്. അതായത് അൻആമിൽ 146-ാമത്തെ ആയത്തിൽ വിശദീകരിച്ചത് എന്നർത്ഥം. എന്നാൽ അങ്ങനെ അവർക്ക് മാത്രമായി ഇതൊക്കെ ഹറാമാക്കിയതിൽ അവരെ നമ്മൾ ആക്രമിച്ചുവോ, അവരോടെന്തെങ്കിലും നമ്മൾ പക്ഷഭേദം കാണിച്ചുവോ, അവരോട് നമ്മൾ അനീതി ചെയ്തുവോ? നത്തിങ്. വമാ ലലംനാഹും, അത് ഹറാമാക്കിക്കൊണ്ട് അവരെ നമ്മൾ ആക്രമിച്ചിട്ടില്ല. വലാകിൻ കാനു അൻഫുസഹും യളിമൂൻ, അവരെ തന്നെ ആക്രമിക്കുകയാണ് ചെയ്തത്. ബിർത്തികാബിൽ മആസി അൽ മൂജിബത്തി ലിദാലിക്, ജലാലൈനിൽ കാണാം എന്തുകൊണ്ടാണ് അവർ അക്രമികളായത്. അത്തരം ചില പണിഷ്മെന്റുകൾ അവരിലേക്ക് വരാൻ പറ്റും വിധത്തിൽ, അതിന് കാരണമാകുന്ന, അതിന് നിർബന്ധിക്കുന്ന വിധത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ അവരിൽ നിന്ന് ഉണ്ടായതിന്റെ പേരിലാണ്. ഉണ്ടോ? അതാണ് വലാകിൻ കാനു അൻഫുസഹും യളിമൂൻ, അവരവരുടെ ശരീരത്തെ ആക്രമിച്ചു. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഹൈസു ഫഅലു മാ ഉഖിബു അലൈഹി ഹസ്ബമാ അലൈഹിം ഖൗലുഹു തആല ഫബിളുൽ മിനല്ലദീന ഹാദു ഹറംനാ അലൈഹിം തയ്യിബാത്തിൻ ഉഹില്ലത് ലഹും. വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ അൻആമിന്റെ ഒരു വിശദീകരിച്ചിട്ടുള്ള യഹൂദികളിൽ നിന്നുണ്ടായിട്ടുള്ള അക്രമം കാരണത്താൽ നല്ല കുറെ കാര്യങ്ങൾ, നേരത്തെ അവർക്ക് ഹലാലായിരുന്ന പല കാര്യങ്ങളും അവർക്ക് നാം ഹറാമാക്കുകയുണ്ടായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ച അവരുടെ അക്രമം കാരണത്താൽ എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം കുല്ലു തആമി കാന ഹില്ലൽ ലിബനി ഇസ്രായീല ഇല്ലാ മാ ഹറമ ഇസ്രായീലു അലാ നഫ്സിഹി മിൻ ഖബ്ലി അൻ തുനസ്സല തൗറാ ഖുൽ ഫഅ്തു ബിത്തൗറാത്തി ഫത്ലൂഹാ ഇൻ കുൻതും സാദിഖീൻ എന്ന് സൂറത്ത് ആലി ഇംറാൻ 93-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് കാണാം. കുല്ലു തആമി കാന ഹില്ലൽ ലിബനി ഇസ്രായീൽ. ഉണ്ടോ? ഇസ്രായേലികൾക്ക് എല്ലാ ഭക്ഷണവും ഹലാലായിരുന്നു നേരത്തെ. പിന്നെ ഈ പറഞ്ഞതൊന്നും ഹലാലല്ല എന്ന് പറയുന്നത് അവരുടെ അക്രമം കാരണത്താൽ, അവരുടെ അതിക്രമത്തിന് പകരമായി അല്ലാഹു തആല അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു പണിഷ്മെന്റ് ആണ് എന്നർത്ഥം. അപ്പൊ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തു വെച്ച തിന്മയുടെ കാരണത്താൽ അല്ലാഹു തആല അവർക്ക് നൽകിയിട്ടുള്ള ശിക്ഷയാണ് എന്ന് അല്ലാഹു ഉണർത്തുകയാണ് ഇവിടെ. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ അല്ലാഹു തആലാന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കാൻ മുസ്ലിം ഉമ്മത്ത് അതിന് അള്ളാഹുവിന്റെ തീരുമാനത്തെ വെല്ലുവിളിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് അള്ളാഹു ഹറാമാക്കിയതിന് എന്തുണ്ട്? പ്രത്യേക കാരണങ്ങളുള്ളതാണ്. ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഹറാമാക്കിയത്. ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത നല്ല സാധനങ്ങൾ തന്നെ യഹൂദികൾക്ക് അള്ളാഹു ഹറാമാക്കി. അത് അവരുടെ കയ്യിലിരിപ്പിന്റെ ദോഷം കൊണ്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ് നമ്മൾ കണ്ടത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, എന്നാൽ ഇങ്ങനെയൊക്കെ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയ മനുഷ്യന്മാര്, അതിപ്പോ അറേബ്യൻ മുശ്രിക്കുകളാവട്ടെ, അല്ലെങ്കിൽ യഹൂദികളാവട്ടെ, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുള്ള തെറ്റുകാരായിട്ടുള്ള ആളുകളാവട്ടെ, തെറ്റുപറ്റിപ്പോയവനെ എഴുതിത്തള്ളുക എന്ന നിലപാടല്ല ഇസ്ലാമിനുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല തുടർന്ന് പറയാം, സുമ്മ ഇന്ന റബ്ബക, പിന്നീട് അങ്ങയുടെ നാഥനായ അല്ലാഹു ലില്ലദീന അമിലു സൂഅ, തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക്, തെറ്റ് എന്ന് പറഞ്ഞത് ഇവിടെ എന്തൊക്കെ പെട്ടു? ശിർക്ക് ഉൾപ്പെടെയുള്ള ഗുരുതരമായ തിന്മകളും മറ്റ് തെറ്റുകുറ്റങ്ങളൊക്കെ പെട്ടു. ആ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെ തെറ്റ് ചെയ്യുന്നു? ബിജഹാലത്തിൻ, വിവരക്കേടുകൊണ്ട്. സുമ്മ താബു, പിന്നീട് അവർ മടങ്ങുന്നു, മിൻബഅദി ഒക്കെ ചെയ്തതിന് ശേഷം ആ തെറ്റിൽ നിന്ന് അവർ മടങ്ങുന്നു, പശ്ചാത്തപിക്കുന്നു. വാസലഹു, പിന്നീട് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അവർ നന്നാക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവരെ അല്ലാഹു തആല എഴുതി തള്ളില്ല, അവരെ അല്ലാഹു അവഗണിക്കില്ല. ഇന്ന റബ്ബക മിൻ ബഅദിഹാ, ആ വിവരക്കേടിന് ശേഷം, പശ്ചാത്തപിച്ചതിന് ശേഷം,
അള്ളാഹു സുബ്ഹാനഹു അങ്ങയുടെ നാഥനായ അല്ലാഹു ഗഫൂറുൻ അവർക്ക് വല്ലാതെ പുറത്തു കൊടുക്കുകയും റഹീമുൻ അവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു. ഇതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്ന സൂക്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് കാണാം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആ ആളുകൾക്ക് അല്ലാഹു തആല നൽകുന്ന വല്ലാത്തൊരു അനുഗ്രഹമാണിത്. അതേപോലെ അവിശ്വാസികളായിട്ടുള്ള ആളുകളും അവരാ അവിശ്വാസം ശരിയല്ല എന്ന് ബോധ്യപ്പെട്ട് അതിൽ നിന്നൊക്കെ പശ്ചാത്തപിച്ച് സമസ്താപരാധം പറഞ്ഞ് കീഴടങ്ങാൻ റെഡിയാണെങ്കിൽ നീ പണ്ട് അവിശ്വാസിയായിരുന്നില്ലേ, നീ പണ്ടെന്നെ എതിർത്തിരുന്നില്ലേ, അതുകൊണ്ട് നിന്നെ ഞാൻ സ്വീകരിക്കില്ല എന്ന ഒരു മുൻവിധിയൊന്നും അല്ലാഹു തആല എടുക്കില്ല. മറിച്ച് എത്ര വലിയ കുറ്റം ചെയ്തവനും ശിർക്ക് തന്നെ ചെയ്തവനും അത് അല്ലാഹുവിന് തീരെ ഇഷ്ടമില്ലാത്തതും വളരെ ദേഷ്യമുള്ളതുമായിട്ടുള്ള തിന്മ തന്നെയാണ്. പക്ഷെ ആ ശിർക്ക് ചെയ്ത സമയത്ത് അവന് അതിനെക്കുറിച്ച് അതിന്റെ ഗൗരവം അറിയില്ല. എന്നാൽ പിന്നീട് അവന് പശ്ചാത്താപം വന്നു, ഞാൻ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നവൻ മനസ്സിലാക്കി. അല്ലാഹുവേ, എന്റെ അടുത്തുനിന്ന് അങ്ങനെ പറ്റിപ്പോയതാണ്, നീ എനിക്ക് മാപ്പാക്കണം എന്ന് പറയാൻ, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എന്റെ ജീവിതം ഞാൻ നിന്റെ പൊരുത്തത്തിനായി നിന്റെ ഇഷ്ടത്തിനനുസരിച്ചായി തന്നെ കാഴ്ചവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ നീ എനിക്ക് മാപ്പാക്കി തരണം എന്ന് പറയാൻ ഒരു മനുഷ്യൻ തയ്യാറായാൽ അവൻ അല്ലാഹു സ്വീകരിക്കും. അപ്പൊ ശിർക്ക് പൊറുക്കൂലാന്ന് ഖുർആനിലില്ലേ? ഉണ്ട്. ആ ശിർക്ക് പൊറുക്കൂലാറിന്റെ അർത്ഥം എന്താ? ശിർക്ക് പൊറുക്കൂലാറിനത് ആ ശിർക്കിൽ തന്നെ ഒരാൾ മരിച്ചുപോയാലാണ്. അതേസമയത്ത് നേരത്തെ ശിർക്ക് വന്നുപോയി, പിന്നീട് ആ ശിർക്ക് ശരിയല്ല എന്നൊരാൾക്ക് ബോധ്യപ്പെട്ടവനെന്ന് പശ്ചാത്തപിച്ച് മടങ്ങി നന്നായാൽ പിന്നെയും നിന്നെ സ്വീകരിക്കൂല എന്നല്ല, ശിർക്ക് പൊറുക്കൂല പോ എന്നല്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ബിംബാരാധന നടത്താത്ത ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ അങ്കുലി പരിമിതമായ മെമ്പേഴ്സ് മാത്രമല്ലേ നേരത്തെ അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത ഈ ശിർക്ക് പോലത്തെ സംഗതികൾ ചെയ്യാത്തവരുള്ളത്? ബാക്കിയുള്ള എല്ലാവരും അവരുടെ നാട്ടിലെ കുലദൈവങ്ങളെ മുഴുവനും ദൈവങ്ങളായി തന്നെ വിശ്വസിക്കുകയും അവകളെ പൂജിക്കുകയും ചെയ്തിരുന്ന ആൾക്കാർ തന്നെയല്ലേ? പക്ഷെ മുത്തുനബി ഇസ്ലാമിന്റെ മഹിതമായ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ ആ വിശ്വാസത്തിന്റെ ശരിയായ ധാരകൾ ഉൾക്കൊള്ളാനും കഴിഞ്ഞകാല ജീവിതത്തിൽ ഞങ്ങൾ കൊണ്ടു നടന്നതെല്ലാം മിഥ്യയായിരുന്നു, സത്യമായിരുന്നില്ല എന്ന് മനസ്സിലാക്കാനും അവർക്ക് അവസരമുണ്ടായപ്പോ അവരുടെ കഴിഞ്ഞകാല തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുകയല്ലേ ചെയ്തത്? ഇന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു, മുസ്ലിം ആകുന്നതിന്റെ മുമ്പ് അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും മുസ്ലിം ആകുന്നതോടുകൂടെ അവന്റെ രേഖകൾ പൂർണ്ണമായി ക്ലിയർ ചെയ്യപ്പെടുകയാണ്. അവന്റെ രേഖ പൂർണ്ണമായും വിശുദ്ധമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. ഇത്തരത്തിലുള്ള പ്രഖ്യാപനമല്ലേ ഇസ്ലാം നടത്തിയത്? ഇനി ഇസ്ലാമിൽ ഉള്ളൊരു മനുഷ്യൻ അവൻ ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ തെറ്റുകുറ്റങ്ങൾ വല്ലതും ചെയ്തു, ആ ചെയ്ത തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങളാണെന്ന് അവന് ബോധ്യപ്പെട്ടു, ഞാനത് ചെയ്യരുതായിരുന്നു എന്നവന് മനസ്സിലായി, അല്ലാഹുവേ സാധുവായ എന്റെ അടുത്തുനിന്ന് ഇவ்விധത്തിലുള്ള അരുതായ്മ സംഭവിച്ചു പോയിരിക്കുന്നു, നീ എനിക്ക് മാപ്പാക്കണേ എന്ന് മനസ്സറിഞ്ഞു പറയാൻ അവൻ തയ്യാറാണെങ്കിൽ അല്ലാഹു തആല അവനെയും സ്വീകരിക്കും. അല്ലാഹു തആല ഓരോ മനുഷ്യന്റെയും പശ്ചാത്താപം സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് എന്നല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്? അതുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ വന്നവരെ നമ്മൾ എഴുതിത്തള്ളാൻ പാടില്ല. അവൻ കുറ്റവാളിയാണ്, അവനെ ഇനി നമ്മൾ സ്വീകരിക്കാൻ കഴിയില്ല. അവനൊക്കെ എന്തൊക്കെ തെറ്റുകളാ ചെയ്തു പോയത്, അതൊന്നും അല്ലാഹു തആല പുറത്തു കൊടുക്കൂല എന്നൊരു മുൻവിധി പറയാനോ അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനത്തിലെത്താനോ നമുക്കാരധികാരം തന്നു? ആരും അധികാരം തന്നില്ല. മറിച്ച് റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പ് തെറ്റ് ബോധ്യപ്പെട്ട് അപരാധങ്ങളെല്ലാം അല്ലാഹുവിലേക്ക് ഏറ്റുപറയാൻ തയ്യാറാവുകയും ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഈ വിശുദ്ധിക്ക് വിരുദ്ധമായിട്ടുള്ള സ്വഭാവങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ തയ്യാറാവുകയും ചെയ്താൽ എത്ര വലിയ കുറ്റവാളിയെയും അല്ലാഹു തആല സ്വീകരിക്കും. ഇതാണ് വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർജാ ആയത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷാനിർഭരമായ സൂക്തം എന്ന് പല മഹാന്മാരും നിരീക്ഷിച്ചിട്ടുള്ള ആ സൂക്തത്തിൽ അല്ലാഹു പറഞ്ഞത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകണ്ട, അല്ലാഹു പുറത്തു തരും. അതന്നെയാണ് ഇവിടെയും പറഞ്ഞത്. തെറ്റുകുറ്റങ്ങൾ വിവരക്കേട് കൊണ്ട് സംഭവിച്ചു പോയ ആളുകൾ,
ആ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് നന്നാവാനും ഇനി അങ്ങോട്ട് ജീവിതം നന്നായി ക്രമീകരിക്കാനും റെഡിയാണെങ്കിൽ അവരെ അല്ലാഹു തആല സ്വീകരിക്കാതിരിക്കില്ല. അപ്പോ കഴിഞ്ഞകാല ജീവിതത്തിലെ സ്ഖലിതങ്ങൾ ചൂണ്ടിക്കാണിച്ച്, അന്ന് സംഭവിച്ച അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ച്, അതിൽ നിന്നെല്ലാം സമസ്താപരാധം പറഞ്ഞ് കീഴടങ്ങാൻ റെഡിയായി വരുന്ന മനുഷ്യനെ വീണ്ടും വീണ്ടും കുത്തി നോവിക്കുന്ന ശൈലികൾ ചിലർ സ്വീകരിക്കാറുണ്ട്. അത് ഇസ്ലാമികമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അവന്റെ പറച്ചിൽ ആത്മാർത്ഥാവണം. ഇനി ഞാൻ നന്നായി ജീവിക്കുമെന്ന തീരുമാനം അവനുണ്ടാവണം. അവനാ തീരുമാനമുണ്ടോ എന്ന് അള്ളാഹുവിനറിയാം അവന്റെ മനസ്സെന്താണെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു തആല തീരുമാനമെടുക്കുകയും ചെയ്യും. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ ചാൻസ് ഉണ്ട്. തൊണ്ടക്കുഴിയിൽ എത്തിയിട്ട് പിന്നെ നന്നായാൽ അള്ളാഹു തആല സ്വീകരിക്കില്ല. അതാണ് ഫിർഔനൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ജാഗ്രത പാലിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.